ഈ വഴി കൂടെ അങ്ങനെ മേലെ കയറി പോകണ്ടോ. നമസ്കാരം എല്ലാവർക്കും. 12B മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ പാലൂർക്കോട്ട എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിന് അവിടേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുലാമന്തോളിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കുറച്ച് കയറി വരണം. ഗൂഗിൾ മാപ്പിലുണ്ട്. ഞങ്ങളങ്ങനെ കയറി ഇവിടെ അതിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഷാഹുലുണ്ട്. ഷാഹുൽ ഹായ് കൊടുക്കണം. പീസ് ഔട്ട്. ഇവിടെ കുറച്ച് ബോട്ട്സും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ് ഇതിലേക്ക് കയറി പോണ വഴി. അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒളിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും മേലെ കയറി നോക്കാം. എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ, വെള്ളച്ചാട്ടമൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. കയറിന് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ പാറ പൊട്ടിച്ചതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഷാവൽ ഇവിടെ ഉണ്ട്. അങ്ങ് ദൂരമായിട്ട് വെള്ളച്ചാട്ടം ഇങ്ങനെ നിൽക്കുന്നതുണ്ടോ, കുറേ ദൂരെ. എൻ്റെ മോനെ നല്ല രസം കിട്ടും. അത് ഹൈറ്റിലാണ് അങ്ങനെ നിൽക്കുന്നതുണ്ടോ, കുറേ ദൂരെ. എൻ്റെ മോനെ നല്ല രസം കിട്ടും. അത് ഹൈറ്റിലാണ് അങ്ങനെ ഇങ്ങനെ താഴോട്ട് വരുന്നത്. അവിടെ കയറി പോകാൻ ചെറിയൊരു കല്ലിങ്ങനെ കെട്ടിയുണ്ടാക്കിയൊരു വഴിയുണ്ട്. പാലൂർക്കോട്ട വെള്ളച്ചാട്ടം. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, പ്രകൃതിയെ സംരക്ഷിക്കുക. അവിടെ തൊട്ട് താഴെ ചില ബിരുദന്മാർ മാലിന്യങ്ങൾ കൊണ്ടിട്ടുണ്ട് കേട്ടോ. വഴി കൂടെ അങ്ങനെ മേലെ കയറി പോകണ്ട കേട്ടോ. രാവിലെ നല്ല ശുഷ്കാന്തിയോടെ കയറി പോകുന്നു. ഞങ്ങൾ രണ്ടുപേരെ ഹെൽമെറ്റ് വെച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. രാവിലെയാണ് ഹെൽമെറ്റ് വെച്ച് പോകുന്നുണ്ടോ. ഇൻ കേസ് എങ്ങാനും വീഴാണെങ്കിൽ നല്ല പാറമ്മേൽ മുട്ടിയിട്ട് ഇഞ്ചുറി ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഹെൽമെറ്റ് ഒക്കെ വെച്ച് വന്നിരിക്കുന്നത് കേട്ടോ. കുറച്ച് സീനാണ് കേട്ടോ. എൻ്റെ മേലേക്ക് കയറി പോകാൻ ഫുള്ള് പാറകളാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം കയറാൻ. പാറയിടുക്കുകളാണ് മൊത്തം. രാവിലെ കയറി അവിടെ അങ്ങ് ദൂരെ നമ്മുടെ വെള്ളച്ചാട്ടം കണ്ടിട്ടോ. അവിടുന്ന് ഇങ്ങനെ ഒഴുകി താഴേക്ക് അങ്ങനെ പോവാണ്. വെള്ളച്ചാട്ടത്തിന്റെ അവിടുന്ന് നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രധാനപ്പെട്ട ചരിത്രം കൂടിയുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടം മലബാറിൽ ആഞ്ഞടിച്ചപ്പോൾ ഈ പ്രദേശം ഒരു ഒളിത്താവളമായി ടിപ്പു ഉപയോഗപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ കാണാൻ കഴിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശത്രുക്കൾക്ക് അത്ര പെട്ടെന്നൊന്നും ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയില്ല എന്നതും ടിപ്പു ഈ സ്ഥലം ഒളിസങ്കേതമായി ഉപയോഗപ്പെടുത്താൻ കാരണമായി. ഇതിൻ്റെ മുകളിൽ ടിപ്പു ഒരുപാട് കിടങ്ങുകൾ നിർമ്മിച്ചിരുന്നു എന്നും കോട്ടകൾ ഉണ്ടായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ഇന്നിവിടെ കോട്ടയുടെ അവശിഷ്ടങ്ങളോ കിടങ്ങുകളുടെ ഭാഗങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളും ഈ ചരിത്രത്തിന്റെ ഭാഗമായി നടക്കുക എന്ന് മാത്രം. കൂടുതലുള്ളൊന്നുമില്ല, കുറച്ച് വെള്ളമുള്ളൂ. വെള്ളത്തിനടവ് കൂടുതലുണ്ടാകുമ്പോൾ കുറച്ചുകൂടെ കാണാൻ രസമുണ്ടാവും. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇതിങ്ങനെ ഒഴുകി പോകുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. ഇതങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒഴുകി നമ്മൾ കയറി വന്നില്ല റോഡ്. അത് ക്രോസ് ചെയ്ത് അങ്ങനെ ഈ തെങ്ങിൻ തോട്ടത്തിലേക്കൊക്കെ പോവാണ്.
ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തടാകം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ തടാകത്തിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം വരുന്നത്. ഞങ്ങൾ മഴക്കാലത്തിൻ്റെ തുടക്കത്തിലാണ് ഇങ്ങോട്ട് വന്നത്. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോട് കൂടിയിട്ട് തടാകത്തിൽ വെള്ളം ഉയരുകയും അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൽ നല്ല വെള്ളം ഉണ്ടാവുകയും ചെയ്യും. വളരെ ഭംഗിയുള്ള പച്ചപ്പ് പുതച്ചൊരു സ്ഥലമാണിത്. ഇങ്ങോട്ട് വരാനുള്ള ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മഴക്കാലത്താണ് ഇങ്ങോട്ട് വരാൻ ഏറ്റവും അനുയോജ്യം. എന്തുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒരു വലിയ ഒളിസങ്കേതം നിർമ്മിച്ചത് എന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള വഴിയാണ്. പാറക്കല്ലുകൾ നിറഞ്ഞ വഴിയാണ്. പാറക്കല്ലുകളിൽ പലതിലും നല്ല വഴുക്കുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടൊക്കെ വരിക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്, റമീസ് ഫ്രം 12B മീഡിയ. കടിപ്പിക്കുകയും